ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ ഞാൻ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞ ജസ്റ്റിന്റെ ആഷ്ലിയുടെ സുന്ദര പ്രണയം. അങ്കമാലിയുടെ പരിസര പ്രദേശങ്ങളിലാണ് ജസ്റ്റിനും ആഷ്ലിയും താമസിക്കുന്നത്. രണ്ടുപേരും അയൽക്കാരാണ്. രണ്ടുപേർക്ക് മ്യൂസിക് ഇഷ്ടമാണ്. ആഷ്ലി ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. ജസ്റ്റിൻ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് നാട്ടിൽ ഒതുങ്ങി കൂടുന്ന ചെറുപ്പക്കാർ. ആഷ്ലി ആ നാട്ടിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണെന്ന് സംശയമുണ്ട്. കാരണം ജസ്റ്റിൻ സംഗീതിന്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് ആ വീട്ടിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന്. ആഷ്ലിക്കാണ് ജസ്റ്റിനോട് ആദ്യം ഇഷ്ടം തോന്നുന്നത്. പക്ഷെ ജസ്റ്റിൻ അത് സപ്രസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ തമ്മിലൊരു ഹ്യൂജ് ഏജ് ഗ്യാപ്പ് ഉണ്ട്. അത് അവരുടെ സൊസൈറ്റിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ജസ്റ്റിൻ അവസാനം ഇഷ്ടം തുറന്നു പറയുന്നു. ഒരു മില്ലേനിയൽ ജെന്നിസഡ് ലവ് സ്റ്റോറിയാണിത്. ഒരു സീനിൽ ജസ്റ്റിൻ വെയിറ്റർ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ പ്രേമത്തിലെ ജോർജിനെയാണ് ഓർമ്മ വന്നത്. മമിത ബൈജു വിശ്വനാഥൻ സെൻസിൽ ചെയ്ത പോലെ വീണ്ടും ഒരു ഏജ് ഗ്യാപ്പ് റൊമാൻസ് ആയിട്ടാണ് നിവിൻ പോളിയായിട്ട് വരുന്നത്. ട്രെയിലറിന്റെ ഓരോ സീനും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വിഷ്ണു വിജയന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. പ്രേമലുവിന് ശേഷമുള്ള ഗിരീഷ് ഷെട്ടിയുടെ പടമാണിത്. വാനോളം പ്രതീക്ഷകളുമായിട്ടാണ് ഓണം റിലീസിന് ഇത് വരുന്നത്. ഓഗസ്റ്റ് 21 റിലീസാണ് ഈ സിനിമ. ഓണത്തിന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് നൊസ്റ്റാൾജിക് മൂവി ആയിരിക്കും.